കവിയും ചിത്രകാരിയും ഗവേഷകയും അധ്യാപികയും സർവോപരി ഉന്മത്തതയുടെ ഉന്മേഷമുള്ള ധാരാളം കവിതകൾ ചുറുചുറുക്കോടെ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അമ്മു ദീപയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഇരുന്നാൽ നിൽക്കാനും, നിന്നാൽ കിടക്കാനും, കിടന്നാൽ എഴുന്നേറ്റ് ഓടാനും, ഓടിയാൽ വീണ്ടും ഇരിക്കാനും, പിന്നെയും എണീക്കാനും തോന്നിപ്പിക്കുന്ന തരം പൊറുതിയില്ലായ്മയാണ് ഇരിക്കപ്പൊറുതി. അമ്മു ദീപയുടെ കൂടെ നമ്മോടൊപ്പം ഇന്നുള്ളത് അമ്മുവിൻ്റെ പുതിയ കവിതാ സമാഹാരമായ DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഇരിക്കപ്പൊറുതിയാണ്. ഒരു സാധനം വെച്ചാൽ പിന്നെ വെച്ചെടുത്ത് കാണില്ല എന്ന് പറയുന്നത് പോലെ പ്രത്യക്ഷമായും അപ്രത്യക്ഷമായും നമ്മുടെ അനുഭവ പരിസരങ്ങളിലാകെ മാറി മാറി തെളിയുന്നവയാണ് അമ്മു ദീപയുടെ കവിതകൾ. അധികം നീണ്ടു പോകാത്ത ഒരു ഒളിച്ചുകളിയുടെ ചിന്തയും അന്വേഷണവും കണ്ടെത്തലിൻ്റെ ആനന്ദവും, കണ്ടെത്തി എന്ന് കരുതുമ്പോൾ വീണ്ടും ഒളിക്കലിൻ്റെ സാഹസികതയും, ഇനിയും കണ്ടെത്താനുണ്ടല്ലോ എന്ന നെഞ്ചിടിപ്പുമെല്ലാം തരുന്നവയാണ് അമ്മു ദീപയുടെ കവിതകൾ. എന്ന് മാത്രമല്ല, ഇങ്ങനെയൊക്കെയാണ് അമ്മു ദീപയുടെ കവിതകൾ എന്ന് പറഞ്ഞ് തീർപ്പ് കൽപ്പിക്കാൻ നോക്കുന്നിടത്ത് അങ്ങനെയല്ല എന്ന് കുതറുന്നവയുമാണ് ഈ കവിയും കവിതകളും. അമ്മു ദീപ, സ്വാഗതം. ഇരിക്കപ്പൊറുതി എന്ന പുസ്തകവുമായിട്ട് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സമയമാണ് അമ്മു ദീപയെ സംബന്ധിച്ചിട്ട് ഈ ഒരു കാലാവസ്ഥ. കവിത എഴുതാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ്. മാർച്ചിലേക്ക് കടക്കുന്നു, വേനൽ കത്തി നിൽക്കുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്മു ദീപയുടെ ആൾ മുകളിൽ അങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ അമ്മു ദീപ എന്ന കവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൂര്യനെക്കുറിച്ചാണ് പറയുന്നത്. ആ സൂര്യനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇരിക്കപ്പൊറുതി എന്ന ഈ കവിതാ സമാഹാരത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. ആ സൂര്യൻ്റെ സാന്നിധ്യം ധാരാളം ഉള്ള പുസ്തകവുമാണല്ലോ ഇരിക്കപ്പൊറുതി. പ്രേക്ഷകർക്ക് പെട്ടെന്ന് അമ്മു ദീപയെ പരിചയപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിൽ സൂര്യനെക്കുറിച്ച് പറഞ്ഞുവെന്നേ ഉള്ളൂ. അമ്മു ദീപ തന്നെ ആ സൂര്യനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നതായിരിക്കും നല്ലത്. നമസ്കാരം. എന്റെ രണ്ട് സമാഹാരങ്ങളിലും ഈ സൂര്യ സാന്നിധ്യം, സമാഹാരങ്ങളിൽ മാത്രമല്ല, ഞാൻ ഫേസ്ബുക്കിൽ സ്ഥിരമായിട്ട് ഇടപെടുന്ന ആളാണല്ലോ. അപ്പം സൂര്യൻ അല്ലെങ്കിൽ വേനൽക്കാലം, ഗ്രീഷ്മകാലം, ഈ വേനലിൽ ഉണ്ടാവണ മരങ്ങള്, വേനലിൽ പൂക്കണ പൂക്കള്, ഇതൊക്കെ തന്നെ എന്റെ പോസ്റ്റുകളിലും കവിതകളിലും ഒക്കെ എപ്പോഴും പ്രത്യക്ഷപ്പെടാറുണ്ട്. അപ്പം ഇത് ഞാൻ തന്നെ കുറെ വൈകി തിരിച്ചറിഞ്ഞ ഒരു സംഗതിയാണ്. പൊതുവെ കവികൾക്ക് ഇഷ്ടമുള്ള കാലാവസ്ഥ, കവികൾക്ക് മാത്രമല്ല ഭൂരിപക്ഷ ആളുകൾക്ക് ഇഷ്ടമുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത് മഴക്കാലാണല്ലോ. മഴക്കാലത്തെ കുറിച്ചിട്ടാണല്ലോ കൂടുതലും കവിതകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഞാൻ മുതിർന്നതോറും മനസ്സിലായ ഒരു സംഗതി, എനിക്ക് മഴക്കാലം എപ്പോഴും ഭയങ്കര പേടിയും അരക്ഷിതാവസ്ഥയും, പിന്നെ എന്തോ നമ്മുടെ കണ്ണിന്റെ ഒരു കാഴ്ച മറയ്ക്കുന്ന ഒരു സംഗതിയായിട്ടും ഒക്കെ എനിക്ക് ചെറുപ്പം മുതലേ ഒരു തരം ഫോബിയ പോലെ ഉണ്ട് വെള്ളത്തോടും മഴക്കാലത്തോടും. മാത്രമല്ല, ഈ വേനൽ വരാൻ പോണ കാലമാകുമ്പോഴേക്കും ഞാൻ മെന്റലി, മാനസികമായിട്ട് ഭയങ്കരമായിട്ട് ഉഷാറാവും, ഭയങ്കര പ്രസരിപ്പ് കാണിച്ചു തുടങ്ങും. അങ്ങനെ ഞാൻ സ്വയം ഇങ്ങനെ മുതിരുന്തോറും ഞാനത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഈ എഴുതി തുടങ്ങുന്ന സമയത്തും ഈ വേനലിന്റെ, ഈ സൂര്യന്റെ ഒരു ചൂട് അല്ലെങ്കിൽ വേനൽക്കാലത്തിന്റെ സൗന്ദര്യങ്ങള്, വേനൽക്കാലത്തുള്ള മരങ്ങള്, ഇല പൊഴിയുന്ന മരങ്ങള്, അല്ലാണ്ടുള്ള എന്താ പറയാ കിളിപ്പക്ഷികളുടെ പാട്ടുകള്, വേനൽക്കാലത്ത് വിരിയുന്ന പൂവുകള്, എന്തോ ഈ വേനൽക്കാലത്താണ് എനിക്ക് എഴുതാനുള്ള ഒരു ടെൻഡൻസി ഉള്ളിന്ന് വരുന്നത്. ഞാൻ കുറെ കാലം കഴിഞ്ഞ് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ഞാനും സൂര്യനുമായിട്ട് എന്തോ ഒരു സംഗതി ഉണ്ടെന്ന്. എന്റെ സർഗാത്മകതയെ തീവ്രമായിട്ട് പ്രചോദിപ്പിക്കുന്ന എന്തോ ഒന്നാണ് വേനലും സൂര്യനും വെയിലും ഒക്കെ. എന്റെ വീട് പാലക്കാടിന്റെ ഒരു വരൾച്ച, ആ വരൾച്ച മൊത്തത്തിൽ പാലക്കാടിന്റെ മാത്രമല്ല നമ്മുടെ മൊത്തത്തിലുള്ള ഒരു വരൾച്ചയും ചൂടും കവിതകളിലുടനീളം പ്രകടവുമാണ്. മഴക്കാലം പൊതുവെ കുറവാണ്. ഇരിക്കപ്പൊറുതി അടക്കമുള്ള, നേരത്തെയുള്ള കരിങ്കുട്ടി അടക്കമുള്ള പുസ്തകങ്ങളിലെല്ലാം മഴക്കാലത്തിനെ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന കവിതകൾ കുറവാണ്. മഴയെ പുകഴ്ത്തട്ടെ മണ്ടൂകങ്ങൾ എന്ന് വൈലോപ്പിള്ളി പറഞ്ഞതുപോലെ വേനലിൻ്റെ ചുന കുടിച്ച് വളർന്നവളാണ് അമ്മു ദീപ എന്നുകൂടി നമുക്ക് കൂട്ടിച്ചേർക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ സൂര്യനിൽ നിന്ന് നേരിട്ട് ഊർജം സ്വീകരിക്കുന്ന കവി എന്ന് പറയാവുന്ന രീതിയിലാണ് അമ്മു ദീപയുടെ മിക്കവാറും കവിതകൾ. ആ കവിതകളിലെ മനുഷ്യബോധ്യങ്ങൾ, ആ മനുഷ്യബോധ്യങ്ങൾക്കൊപ്പം തന്നെ പ്രകടമാവാത്ത രീതിയിൽ, എന്നാൽ പരോക്ഷമായിട്ട് വളരെ കൃത്യമായിട്ട് പെൺബോധ്യങ്ങളുടെ ഉറച്ചു നിൽപ്പും ഊർജവും അതിൽ സമാന്തരമായിട്ട് തന്നെയുണ്ട്. ഏറ്റവും മുകളിലുള്ളത് മനുഷ്യബോധ്യം തന്നെയാണ്, ഒരു സംശയവുമില്ല. അതേ സമയത്ത് തന്നെ അമ്മു ദീപയുടെ കവിതകളിൽ അമ്മു ദീപയ്ക്ക് മാത്രം കഴിയുന്ന രീതിയിലുള്ള, ഒരു പക്ഷേ അമ്മു ദീപത്വം നിറഞ്ഞ തരത്തിലുള്ള പെൺബോധ്യങ്ങൾ ആ കവിതയിൽ ഉടനീളം നിൽക്കുന്നുണ്ട്. ഇരിക്കപ്പൊറുതി എന്നുള്ള ഈ സമാഹാരമാണ് നമ്മളുടെ മുന്നിലുള്ളത് എങ്കിൽ തന്നെയും ഈ ഇടെ പ്രസിദ്ധീകരിക്കപ്പെട്ട
മുടിനീളി എന്ന കവിത അത് ഒരു പക്ഷേ വായിച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അമ്മുദീപയിലേക്ക്, ഇതുവരെ അമ്മുദീപയെ അറിയാത്ത പ്രേക്ഷകരും വായനക്കാരും ഉണ്ടെങ്കിൽ അമ്മുദീപയിലേക്കുള്ള ഒരു എളുപ്പത്തിലുള്ള പ്രവേശകമായിട്ട് മാറുമെന്ന് കരുതുകയാണ്. ആ മുടിനീളി എന്ന കവിത ഇപ്പോൾ വായിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? അടുത്ത് ആ കവിതയുണ്ടോ? ആ കവിത തപ്പിയെടുക്കാൻ വേണ്ടി കുറച്ച് സമയം നഷ്ടപ്പെടുമോ? അതൊക്കെ ഇല്ല ഇല്ല, കവിത കയ്യിലുണ്ട്. അത് മുടിനീളി എന്നല്ല കവിതയുടെ പേര്, മുടിനീളി വരുന്നുണ്ട്. സീതക്കളി എന്നാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്. സീതക്കളി. അതിന്റെ ഒരു ഹലോ. അനുബന്ധ ആ, വാക്യമായിട്ട് സീതക്കളി. ഈ കവിത വായിക്കുന്നതിന് മുന്നേ മുടിനീളി എന്ന അതിനെക്കുറിച്ച് സൂചിപ്പിച്ചാലേ കവിതയിലേക്ക് ഒരു എളുപ്പത്തിലുള്ള പ്രവേശനം സാധ്യമാവൂ അല്ലേ? അതെ 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 അതെ. അറിയോ മുടിനീളി? അറിയോ? ബനേഷിന് അറിയോ ആ ചെടി? മുടിനീളി മണ്ണിൽ ഒരു പെണ്ണിന്റെ മുടി പോലെ മുളച്ച് വന്ന് വരുന്ന ഒരു ചെടിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ അതെ അതെ, പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ്. വേര് ഉള്ളിലേക്ക് പോയിട്ടുണ്ടാവും, പക്ഷെ അത് പടർന്ന് ഇങ്ങനെ ഭൂമിയുടെ മീതെ ഇങ്ങനെ മുടി പടർന്ന് കിടക്കണ പോലെ കിടക്കും അത്. അത് ഞങ്ങൾ പിന്നെ നേരത്തെ ഒരു പറഞ്ഞ കാര്യത്തിൽ ചെറിയൊരു തിരുത്തുണ്ട്. ഞാൻ എന്റെ അമ്മയുടെ വീടാണ് പട്ടാമ്പി. ഞാൻ ജനിച്ചത് പട്ടാമ്പി ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ്. പക്ഷെ എന്റെ നാട് ശ്രീകൃഷ്ണപുരത്താണ്. അതെ അതെ. ശ്രീകൃഷ്ണപുരത്ത് നിന്ന് ഒരു 10-30 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ പാലക്കാട്ടേക്ക്, കിഴക്കൻ പാലക്കാട്ടേക്ക്. അപ്പം ആ ഒരു പാലക്കാടിന്റെ, കിഴക്കൻ പാലക്കാടിന്റെ ഒരു ഭൂമികയാണ്, പട്ടാമ്പിയിലെ ഒരു ഭൂമികയല്ല, കിഴക്കൻ പാലക്കാടിന്റെ ഒരു ഭൂമികയാണ് എന്റെ കവിതകളിൽ വരുന്നത്. കാരണം അവിടെ കുറെ കൂടി ചൂട് കൂടും, സൂര്യന്റെ അനുഭവങ്ങളും കുറെ കൂടി അവിടെയാണ്, പാലക്കാടാണ് തീക്ഷ്ണമായിട്ടുള്ളത് പട്ടാമ്പിയേക്കാൾ ഉപരിയായിട്ട്. അപ്പൊ എന്റെ കവിതയുടെ ഒരു ഭൂമിക എന്ന് പറയുന്നത് അച്ഛന്റെ നാട്ടിൽ നിന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ട് കഴിഞ്ഞാലുള്ള പാലക്കാടിന്റെയാണ്. അവിടെ ശ്രീകൃഷ്ണപുരത്ത് തന്നെയാണ് ഞാൻ ഈ മുടിനീളി എന്നുള്ള ഈ ചെടിയെ പരിചയപ്പെടുന്നതും. ഞങ്ങൾ കളിക്കുന്ന സമയത്ത് അതിലെ പറഞ്ഞിട്ടുള്ള കളിയെല്ലാം ഞങ്ങൾ ചെറുപ്പത്തിൽ കളിച്ചിരുന്ന കളികളാണ്. മുടി എപ്പോഴും ഒരു പ്രലോഭനീയമായ സംഗതിയാണ്. എനിക്ക് ഏത് കാലത്തും എനിക്ക് പലരും പെൺകുട്ടികളൊക്കെ മുടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുടി വെട്ടാറുണ്ടല്ലോ, അത് നല്ലതാണ്. അതുപോലെ തന്നെ എനിക്ക് മുടി ഇങ്ങനെ പരത്തിയിടലാണ് എൻ്റെ ഒരു അതാണ് ഭയങ്കര ഒരു സ്വാതന്ത്ര്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ മുടി പരത്തി തുമ്പൊന്നും വെട്ടാതെ ഇങ്ങനെ അലസമായിട്ട് ഇടുന്നത് എനിക്ക് എന്തോ ഒരു അതിന്റെ ഒരു വന്യത, അതിന്റെ ഒരു പ്രാകൃതത്വം ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ചെറുപ്പത്തില് കളിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ മുടിനീളി പറിച്ചെടുത്തിട്ട് മുടിയിലൊക്കെ കെട്ടിവെച്ച്, നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഒബ്സഷൻ ആണല്ലോ മുടി എന്ന് പറയുന്നത്, അതെല്ലാം കെട്ടിവെച്ച് കളിക്കാറുണ്ട്. ഞാൻ വായിക്കാം കവിത. കവിതയുടെ പേര് സീതക്കളി. നീണ്ടു ചുരുണ്ടു പടർന്നു കിടക്കും ഈ മുടിനീളുകളൊക്കെ സീതയുടെ. നീണ്ടു ചുരുണ്ടു പടർന്നു കിടക്കും ഈ മുടിനീളുകളൊക്കെ സീതയുടെ. ഭൂമി പിളർന്നാണ്ടുപോകവേ ആരോ പിടിച്ചു വലിച്ചു പുറത്തിട്ടത്. അയൽപ്പക്കത്തെ സിനോജിനും പ്രവീണിനും ശ്യാമിനും ഒപ്പം രഹസ്യമായി ഭാര്യയും ഭർത്താവും കളിക്കുമ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾ മുടിനീളുകൾ പിഴുതെടുത്ത് മുടിയിൽ ചുറ്റിവെക്കും. ദൂരദർശനിൽ രാമായണം സ്ഥിരമായി കാണാറുള്ള ഭർത്താവ് സിനോജ് KP പ്രേമത്തോടെ അന്നേരം സീതക്കുട്ടീന്ന് വിളിക്കും. പോകെ പോകെ ഈ കളിക്ക് സീതക്കളി എന്ന പേരു വീണു. ഭാര്യമാർ മുടിച്ചിട്ടഴിച്ചിടുമ്പോൾ മുട്ടറ്റം നീളം. ഭർത്താക്കന്മാർ മുടി തഴുകി, മുടി വേറെടുത്തു, മുടിയിൽ പൂ ചൂടിച്ചു, വാസനിച്ചു. എന്തു നല്ല കളി, എന്തു നല്ല സുഖം. സൂര്യൻ ഉച്ചയിൽ കത്തി നിൽക്കുമ്പോൾ രാത്രിയായെന്നവൻ പറഞ്ഞു. ആ ചേർന്നു കിടപ്പിൽ രാത്രികാലങ്ങളിൽ അമ്മ അച്ഛനോട് മിണ്ടുന്ന പതിഞ്ഞ ശബ്ദത്തിൽ ഞാൻ അവനോട് ചോദിച്ചു, എന്നാലും സീതാദേവി എന്തിനാ ഭൂമി പിളർന്നു പോയത്? അവൻ വാ പൊത്തി, കഥയൊക്കെ പിന്നെ, ഇപ്പോൾ ജീവിതം. ഈ കവിത, ആ കവിതയ്ക്ക് അപ്പുറത്തേക്ക് ഇനി അതിൻ്റെ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ അത് ഏത് രീതിയിലുള്ള അനുഭവത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, നാം നമ്മുടെ നിത്യജീവിതത്തിൽ മറന്നേ പോയിട്ടുള്ള, അല്ലെങ്കിൽ കണ്ടിട്ടും കാണാതെ പോയിട്ടുള്ള, ഒരു പക്ഷേ കണ്ടിട്ട് പോലുമില്ലാത്ത നമ്മുടെ വൃക്ഷകുലത്തിലെ, സസ്യകുലത്തിലെ ഏറ്റവും മൃദുവായ ഒരു സസ്യത്തെ എടുത്തിട്ട് അതിൻ്റെ മുടിനീളത്വത്തെ എടുത്തിട്ട് അത് നമ്മുടെ സ്ത്രീ ജീവിതങ്ങളുടെ ഏതൊക്കെ തലങ്ങളിലേക്ക് കൊണ്ടുപോയി അത് ഉയർത്തി വിടുന്നു എന്നുള്ളത് ഈ കവിതയുടെ ഒരു അനുഭവ തലത്തിൻ്റെ സവിശേഷതയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അമ്മുദീപയുടെ മിക്കവാറും കവിതകളിൽ ഈ പറഞ്ഞ പോലെ അതിസൂക്ഷ്മമായിട്ടുള്ള ജീവികൾ, പ്രാണികുലങ്ങൾ, വസ്തുക്കൾ, അതിൽ നിന്നൊക്കെ വരുന്ന കവിതകളായിട്ടാണ് അതിൻ്റെ ഒരു പടർച്ചയുണ്ടായിട്ടുള്ളത്. ഈ പടർച്ചയിലേക്ക് പ്രേരിപ്പിക്കുന്ന പല കാര്യങ്ങൾ അമ്മുദീപയുടെ തന്നെ ഈ പുസ്തകത്തിലെ മിക്കവാറും കവിതകളിൽ നിരന്തരമായിട്ട് വരുന്ന ചില ജീവികളുണ്ട്, ചില പ്രത്യേകതരം പ്രാണികളുണ്ട്. അവയോടൊക്കെ ഉള്ള ഒരു തരം പേടികളിൽ നിന്ന് വരുന്ന കവിത പോലെ തോന്നിയിട്ടുണ്ട് പല കവിതകളിലും.
ഇപ്പൊ ഈ ഇരിക്കപ്രതിയിൽ മാത്രമല്ല, കരിങ്കുട്ടി എന്ന് പറയുന്ന സമാഹാരത്തിലും രണ്ടിലും പലതരത്തിലുള്ള പേടികൾ വരുന്നുണ്ട്. അപ്പൂപ്പൻ താടിയെ പേടിക്കുന്ന എഴുത്തുകാരി, അല്ലെങ്കിൽ അണ്ണാർക്കണ്ണൻ്റെ വാല് കണ്ടാൽ പേടിക്കുന്നു, കരിമ്പടപ്പുഴുവിനെ കണ്ടാൽ പേടിക്കുന്നു, തൂവലിനെ പേടിയാണ്, പലതരത്തിലുള്ള ഫോബിയകൾ ഒക്കെ. അതെങ്ങനെയാണ് അമ്മു ദീപയിൽ കവിതയെ അത് ഉന്മേഷപ്പെടുത്തിയിട്ടുള്ളത് എങ്ങനെയാണ്? ഈ പേടികൾ എന്റെ ജന്മസിദ്ധമായ പേടികളാണ്. എന്താ ഈ ഫോബിയ എന്നുള്ള വാക്കാണ് കറക്റ്റ്. കാരണം ഈ ഇതിന്റെ കാരണം അറിയില്ല. ഈ മനുഷ്യൻ ഭയങ്കര പ്രബലനാണല്ലോ. അപ്പൊ നമുക്ക് മനുഷ്യനൊരു കമ്പിളിപ്പുഴുവിനെയോ പിന്നെ മറ്റേതെങ്കിലും ഇപ്പൊ അണ്ണാരക്കണ്ണന്റെ വാലൊന്നും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ എനിക്കിത് ഭയങ്കര പേടിയാണ്. കുറേ സംഗതികൾ, വെള്ളം പേടി, മേഘം പേടി, തൂവല് പേടി, അണ്ണാരക്കണ്ണന്റെ വാല്, പബ്ലിക് അൽസേഷൻ, പട്ടികൾ പേടി. അപ്പൊ ഈ പേടികൾ എന്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അത് കവിതയിൽ വന്ന് വരുന്നതാണ്. പക്ഷെ ഈ കവിതയ്ക്ക് പുറത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ വളരെ ധൈര്യശാലികളായിട്ട് വരേണ്ട ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പെൺപേടികളെ പറ്റി എഴുതാമോ എന്നുള്ള ഒരു സംഗതി, അത് സ്ത്രീത്വത്തെ ദുർബലപ്പെടുത്തുമോ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു രാഷ്ട്രീയത്തെ ദുർബലപ്പെടുത്തുമോ എന്നൊക്കെയുള്ള സന്ദേഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെ, വേറെ എനിക്കും ഇടയ്ക്ക് അങ്ങനെ എനിക്കും തോന്നിയിരുന്നു. അതായത് ഇത്തരത്തിലുള്ള പേടികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഈ അമ്മുദീപത്വം നിറഞ്ഞ ചില പെൺബോധ്യങ്ങളുടെ ഉയിർപ്പുമായിട്ട് നിൽക്കുന്ന അതിശക്തയായിട്ടുള്ള കവി എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ പേടിച്ചാലോ, ഫെമിനിസ്റ്റിന്റെ വഴിയിൽ ഇങ്ങനെ പേടിച്ചാലോ അംബാനെ എന്ന് ചോദിക്കുന്നത് പോലെ അമ്മുദീപയോട് ചോദിച്ചാലോ എന്നൊക്കെ വിചാരപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ മനുഷ്യ കേന്ദ്രീകൃതമായ ലോകത്തെ ഈ ജീവികളോട് നമുക്ക് പേടി തോന്നുന്നു എന്നുള്ളത് നല്ലതല്ലേ? അല്ലേ? മനുഷ്യന്മാരെ മാത്രം പേടിച്ച പോരല്ലോ, തിരിച്ചുള്ള പേടി ആവാലോ. അങ്ങനെ പേടി ആവിഷ്കരിക്കപ്പെടുന്ന ഏതെങ്കിലും കവിതകൾ വായിക്കാമോ? വായിക്കാം. എനിക്ക് പേടിയുള്ള ഒരു ചെടിയോട് പേടി ഉണ്ടെന്ന് വെച്ചാൽ അവരോട് സ്നേഹക്കുറവില്ല. സ്നേഹമുണ്ട്, ചെടികളോടും ജീവജാലങ്ങളോടൊക്കെ സ്നേഹം തന്നെയാണ്. എന്നാലും പെട്ടെന്നുള്ളൊരു കാഴ്ച എനിക്ക് ഭയങ്കര ഞെട്ടലും ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അതുപോലെയുള്ള ഒരു കവിതയാണ് ചുവപ്പ്. ഇപ്പൊ ഞങ്ങളുടെ നാട് ശ്രീകൃഷ്ണപുരം വെള്ളിനേഴി ഗ്രാമം അറിയാലോ, കഥകളിക്ക് വളരെ കേളി കേട്ട ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ കുട്ടിക്കാലത്ത് ശ്രീകൃഷ്ണപുരത്തു നിന്നൊക്കെ ധാരാളം, ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ യൂത്ത് ഫെസ്റ്റിവലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ യൂത്ത് ഫെസ്റ്റിവലിൽ തന്നെ ഒരു 6-7 കഥകളി ഗ്രൂപ്പുകളും അല്ലെങ്കിൽ സിംഗിൾ കഥകളിയൊക്കെ ഞങ്ങൾക്ക് കാണാൻ അവിടെ സ്കൂൾ അവതരിപ്പിക്കാറുണ്ട്. ശ്രീകൃഷ്ണപുരത്തും ഇതുപോലെ കഥകളിയുടെ ഒരു കൾച്ചർ ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ കഥകളിയുടെ ചില വേഷങ്ങളും ഈ പറഞ്ഞ പോലെ നമുക്ക് വല്ലാതെ പേടി എന്നാണോ പറയേണ്ടത്, ബാധ എന്നാണോ പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ എന്തായാലും കവിത്വത്തെ അത് കൂടുതൽ ഉന്മേഷമാക്കിയിട്ടേ ഉള്ളൂ. കവിത്വത്തിന് അതെല്ലാം മുതൽക്കൂട്ടായിട്ടേ ഉള്ളൂ. ഒരു കവിത വായിക്കാം. ചുവപ്പ് എന്നാണ് കവിതയുടെ പേര്. ചുവപ്പ്. ദുര്യോധനവധം കഥകളി കണ്ടിട്ട് അച്ഛന്റെ കൈയും പിടിച്ചിട്ടിരുട്ടത്തുറക്കം തൂങ്ങി തിരിച്ചു പോരുമ്പോൾ മുറ്റത്തു ടോർച്ചിൻ വെട്ടത്തിൽ ഒരാൾ പൊക്കത്തിൽ കൃഷ്ണകിരീടം, ഒറ്റ അലർച്ച. ഇതാണ് കവിത. അതേപോലെ തന്നെ കാല് നനയുന്ന ദിവസങ്ങൾ പോലെ കവിതകളുണ്ട്. അതൊക്കെ ഈ പറയുന്ന ഫോബിയയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന കവിതകളാണ്. ഇതേ സമാഹാരത്തിൽ തന്നെ തുലാത്തിൽ എന്ന കവിത, ആ കവിത ഒന്ന് വായിക്കാൻ കഴിയാമോ? വായിക്കാം. രണ്ട് തലമുറ വരുന്ന കവിതയാണ് തുലാത്തിൽ. തുലാത്തിൽ. തുലാത്തിലെ ഇടിമിന്നലിൽ മെത്തയിൽ ഞാൻ അവനിൽ പൂണ്ടു. കിരുകിരാ ഒച്ചയിൽ മുത്തശ്ശിയുടെ പ്രേതം ഓവറയിൽ ഇരുന്ന് മൂത്രമൊഴിക്കുന്നു. നാശം. ഞാൻ അവനെ ഊരി മാറ്റി. മച്ച് കുലുങ്ങുമാറു വന്നു വീണ ഇടിവെട്ടത്തിൽ ഞങ്ങളുടെ നഗ്നതയിലേക്ക് പുരികം കൂർപ്പിച്ച് കൂസലില്ലാതെ മുത്തശ്ശി 1.5 ഉടുക്കുന്നു. ഒന്ന് പോതള്ളേ. കലിതുള്ളി ഞാൻ ചാടി എണീക്കെ മുത്തശ്ശിയുടെ 1.5 പോലൊരു മിന്നൽ കണ്ണിൽ വീശി ബോധം മറഞ്ഞു. പുലരിയിൽ മച്ചിലെ ജനാലകൾ തുറന്നു കിടന്നു. തൊടി നിറയെ ഇടിവെട്ടി വിരിഞ്ഞ ലില്ലിപ്പൂക്കൾ, ചുളിനീർത്തി പരക്കും വെട്ടം. ഇതിൽ മുത്തശ്ശിയുടെ 1.5 എന്ന ആ വാക്കിൽ നിന്നാണ് ഒരു പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് കവിതയുടെ ഒരു വലിയ മിന്നായം സംഭവിക്കുന്നത്. അമ്മുദീപയെ സംബന്ധിച്ചിട്ട് രതി വിഷയമാകുന്ന കവിതകളൊക്കെ വരുമ്പോൾ അത് രതിയാണ് എന്ന് പ്രത്യക്ഷത്തിൽ ഒരു തരത്തിലും തോന്നിപ്പിക്കാത്ത രീതിയിൽ ഒരു പക്ഷേ ഒരു സ്കൂൾ കുട്ടിക്ക് പോലും വായിച്ചാലും മറ്റൊരു കവിതയായിട്ട് വായിച്ചു പോകാവുന്ന രീതിയിലുള്ള
ലാളിത്യവും ഒളിച്ചു വെക്കലും വളരെയധികമുണ്ട്. എങ്ങനെയാണ് അത്രമേൽ സൂക്ഷ്മതയോട് കൂടിയിട്ട് ഇത്തരം വിഷയങ്ങളെ സാധാരണഗതിയിൽ പൊതുവേ പെൺകവികളിൽ ചിലരെങ്കിലും വലിയ പ്രത്യക്ഷതയോടുകൂടി ഉച്ചത്തിലൊക്കെ എഴുതുമ്പോൾ സംയമത്തിൻ്റെ ഒരു ഭാഷ വരുന്നത് എങ്ങനെയാണ്? അത് നമ്മൾ കവികളാണല്ലോ എന്നാണല്ലോ നമ്മുടെയൊക്കെ ധാരണ. എനിക്ക് തോന്നുന്നു ഈ പ്രത്യക്ഷത്തിൽ എഴുതുമ്പം സൗന്ദര്യം കുറച്ച് കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഇപ്പോഴും ഉള്ളിലുണ്ട്. എന്ന് വെച്ച് പ്രത്യക്ഷത്തിലുള്ള രാഷ്ട്രീയ കവിതകളോട് വിമുഖയായിട്ടുള്ള ആളല്ല ഞാൻ. നമ്മുടെ രാഷ്ട്രീയ കാലാവസ്ഥ അങ്ങനെയാണല്ലോ. ഉറക്കെ വിളിച്ച് പറയേണ്ട സന്ദർഭങ്ങളിൽ കവികൾ ഉറക്കെ വിളിച്ച് പറയുക തന്നെ വേണം. അപ്പം അത് ശരി തെറ്റ് നിർണ്ണയിക്കാൻ ഞാൻ ആളല്ല. എന്നാൽ പോലും എനിക്ക് ഈ പ്രത്യക്ഷത്തിൽ ശരീര അവയവങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞു എഴുതുന്നേക്കാളും ഒരുതരം കുറച്ചും കൂടെ ഭംഗി അതല്ലാണ്ട് പറയാനുള്ള പിന്നെ കാര്യങ്ങൾ. അപ്പൊ ഞാനിപ്പോഴും എന്റെ രാത്രി കാണുന്ന സ്വപ്നങ്ങളെ പിന്നെ ഈ ഇങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ രാത്രി കാണുന്ന ഡ്രീംസ്. അപ്പം ആ സ്വപ്നങ്ങളിൽ നമുക്കൊരു ഫീല് കിട്ടും. പക്ഷെ ആ ഫീല് നമുക്ക് ഉണ്ടാക്കി തന്ന സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട വസ്തുക്കളൊന്നും ആ ഫീലുമായി നേരിട്ട് ബന്ധപ്പെടുന്നതല്ല. അപ്പൊ ഇതെങ്ങനെ സംഭവിക്കണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. നമുക്ക് സ്വപ്നത്തിൽ പ്രത്യേക ഒരു അനുഭവം കിട്ടുന്നു. അതേസമയം സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട ഇമേജുകൾക്ക് അനുഭൂതിയുമായിട്ട് ബന്ധമില്ല. അപ്പൊ ഈ സ്വപ്ന ഭാഷയോട് കവിതയുടെ ഭാഷ അങ്ങനെ അടുത്ത് നിൽക്കുന്നത് പോലെയും അതൊരു സാധ്യതയായിട്ടും എനിക്ക് തോന്നി. അങ്ങനെ ഈ പ്രത്യക്ഷത്തിൽ വാക്കുകൾ ഈ ശരീരാവയവങ്ങളുടെയോ അല്ലെങ്കിൽ ഒന്നും എഴുതാണ്ട് തന്നെ മറ്റു ഇപ്പം സംഗതി പ്രത്യേകിച്ചും അതെനിക്ക് ഈ ഭൂമിയിലെ നിസ്സാരമായ സംഗതികളെ വെച്ചിട്ട് കാശിത്തുമ്പ പൂവിന്റെ അങ്ങനെ വേനൽക്കാലത്ത് പൊട്ടിത്തെറിക്കുന്നതിന്റെ ഒരു വിത്തുണ്ടല്ലോ, അത് മുരിക്കിന്റെ പൂവുകൾ അങ്ങനെ വെച്ചിട്ടൊക്കെ എഴുതി ഫലിപ്പിക്കുന്നതിൽ എനിക്കെന്തോ ഒരു ആനന്ദമുണ്ട്. അത് എഴുതാനും അത് വായിക്കാനും കൂടുതൽ ആനന്ദമുണ്ട്. അത്തരം കവിതകൾ വായിക്കാനും കൂടെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഭാഷയുടെ അത്തരം ശേഷി കണ്ടെടുക്കുന്നത് നന്നായിരിക്കും തോന്നുന്നു. അല്ലാതെ പ്രത്യക്ഷത്തിൽ എഴുതാനുള്ള മടി കൊണ്ടല്ല. അങ്ങനെ ഒരു സദാചാരമൊന്നും എനിക്കില്ല. ഒട്ടും അങ്ങനെ അത്തരം സദാചാരങ്ങൾ മനസ്സിലോ ഒന്നും സൂക്ഷിക്കുന്ന ഒരാളല്ല ഞാന്. അങ്ങനെ എഴുതുന്ന കവിതകളോട് എനിക്ക് അനിഷ്ടവും ഇല്ല. ഇതെന്റെ ഒരു പ്രത്യേക താല്പര്യം എന്ന് മാത്രം. ഇരിക്കപ്പൊറുതി എന്ന കവിതാ സമാഹാരവും അതിൻ്റെ രചയിതാവ് അമ്മു ദീപയുമാണ് നമ്മോടൊപ്പം ഉള്ളത്. അമ്മു ദീപയുടെ കവിതകളിൽ ഉടനീളം വരുന്ന പദാവലികൾ നോക്കുക, അതിൽ വരുന്ന വസ്തുജാലങ്ങൾ നോക്കുക, ജീവജാലങ്ങൾ നോക്കുക, അതൊക്കെ ഒരു പ്രത്യേകതരം സവിശേഷ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന അമ്മു ദീപ എന്ന സവിശേഷ കാവ്യ വ്യക്തിത്വത്തെ എടുത്തു കാണിക്കുന്നതാണ്. അമ്പലക്കുളം വരുന്നു, അതേപോലെ തന്നെ ഈ വീടിനകത്തുള്ള പ്രാചീനത തോന്നിപ്പിക്കുന്ന ഇടങ്ങൾ വരുന്നു. നേരത്തെ മുത്തശ്ശി മൂത്രമൊഴിക്കാൻ വന്ന ആ സ്ഥലത്തിനെ വിശേഷിപ്പിച്ച വാക്ക് നോക്കുക. അതൊക്കെ അത്തരം വാക്കുകളൊക്കെ നിൽക്കെ തന്നെ ഏറ്റവും പുതിയ കവിതയായിട്ടും ഏറ്റവും പുതിയ കാവ്യഭാഷയായിട്ടും അത് മാറുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു പുതുക്കൽ സമാന്തരമായിട്ട് നടത്തുന്ന ഈ പുതുക്കൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് അമ്മു ദീപയുടെ കവിതയിൽ വന്നിട്ടുള്ളത്. കുളം എന്ന കവിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കുളം എന്ന് പറയുന്നത് സ്വന്തം ശരീരമാണ് എന്നൊക്കെ പിന്നീട് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ആ കവിത വരിക. അതിനെക്കുറിച്ച് അധികം വാചാലമായിട്ട് സംസാരിക്കാതെ കവിതയിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഓക്കെ, കവിത വായിക്കാം അല്ലേ? അതെ. കുളം. നിന്റെ വീടിനടുത്തുള്ള അമ്പലക്കുളമാണ് ഞാൻ. നീ ഓടി വന്നു ചാടൂ, മലർന്നും കമിഴ്ന്നും നീന്തൂ. നിനക്ക് പിറകെ ചാടാൻ വരുന്ന ചെറുക്കന്മാരെ കഴുത്തിന് പിടിച്ചു താഴ്ത്തൂ. പക്ഷെ ചെറുക്ക, വന്നു ചാടിയല്ലോ നിനക്ക് മുമ്പേ ചിലർ. അവരെ നീ എന്തു ചെയ്യും? അയ്യോ, വേഗം നീന്തി കരയേറൂ, രക്ഷപ്പെടൂ. മുങ്ങാങ്കുഴിയിട്ട് ദേ അവർ നിന്റെ നേരെ വരുന്നുണ്ട്. അമ്പലക്കുളം എന്ന വാക്ക് അല്ലെ, ആ വാക്ക് ഇത്തരം ഒരു കവിത എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്ന് പറയാൻ കഴിയുമോ? അത് വലിയ കൗതുകം ഉണ്ടാവും. ഒന്ന്, നമ്മുടെ ഈ കുളത്തിൽ ഞാൻ കുളിച്ചിട്ടുണ്ട്. ചെറുപ്പകാലത്തൊക്കെ കുളത്തിലുള്ള കുളത്തില് എന്താ പറയാ, കുളം എൻ്റെ ഒരു കുട്ടിക്കാല അനുഭവമാണ്. ഞാൻ നീന്തൽ പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്. അപ്പൊ അതെന്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കണുണ്ട്. കുളത്തിനൊരു പ്രാചീനത ഉണ്ടല്ലോ. മൊത്തത്തിൽ പ്രാചീനതയും പഴമയുള്ള സ്ഥലത്ത് നിന്ന് എനിക്ക് എന്താ പറയാ കവിതകൾ കിട്ടാറുണ്ട്. വേറൊന്ന്, ഈ സ്ത്രീക്ക് അപ്രമാദിത്വമുള്ള ഉണ്ടായിരുന്ന ഒരു കാലത്തെ പറ്റിയിട്ട് എപ്പോഴും എനിക്ക് ഇങ്ങനെ ഓർമ്മകളിൽ ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇത് അങ്ങനെ കവിത എഴുതുമ്പോൾ നമ്മളൊരു അബോധത്തിൽ
ഇങ്ങനെ പൂർണ്ണമായിട്ടും ബോധത്തോടു കൂടിയല്ലല്ലോ നമ്മൾ കവിത എഴുതുന്നത്. കവിത വരുന്നു, അത് എഴുതുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു വായനക്കാരനെ പോലെ ഈ കവിതയുടെ ബാധയൊക്കെ മാറി നമ്മളൊരു ഔട്ട്സൈഡർ ആയിട്ട് ഇത് വായിക്കുമ്പോൾ നമുക്ക് തന്നെ എനിക്ക് തന്നെ പല പല റീഡിങ്ങുകൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു തായ്വാഴ്ചക്കാലം പണ്ട് ഇവിടെ ഗൈനോക്രസി എന്നൊക്കെ വിളിക്കാവുന്ന ഒരു തായ്വാഴ്ചക്കാലം ഇവിടെ ഉണ്ടായിരുന്നു. ആ തായ്വാഴ്ചക്കാലത്ത് ഈ സ്ത്രീക്കൊരു ഒരു തരം അപ്രമാദിത്വം എന്തിലാണെങ്കിലും രതിയിലാണെങ്കിലും ശരി മറ്റു കാര്യങ്ങളിൽ ഒരു അപ്രമാദിത്വം ഉള്ളതായിരുന്നിട്ട് എനിക്കും അത് വിശ്വസിക്കുന്നുണ്ട്. കാരണം സ്ത്രീയെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇപ്പൊ ആൺമയിലിന് ഇത്രയും വലിയ പീലി. നമ്മുടെ പക്ഷികളൊക്കെ എടുക്കുക, ഏത് മൃഗങ്ങളെ പക്ഷികളെ എടുത്ത് നോക്കിയാലും അവരിങ്ങനെ പെണ്ണിന്റെ ഒരു ചെറിയ പ്രീതിക്ക് വേണ്ടി അവർ സ്വന്തം ശരീരത്തിന്റെ അലങ്കാരങ്ങൾ കൊണ്ട് ഇങ്ങനെ ഒരു കടാക്ഷത്തിന് വേണ്ടി നിൽക്കുന്നു. അപ്പൊ നമ്മുടെ ഒരു ഇനി ലൈംഗിക ക്രിയയിൽ തന്നെ നമ്മുടെ ഈ ഓവം എന്ന് പറയുന്ന ഇപ്പൊ ഈ ഓവം ഇങ്ങനെ വളരെ അപ്രമാദിത്വമുള്ള മാസത്തിൽ ഒരു തവണ എങ്ങാണ്ടാണ് സ്ത്രീ ശരീരത്തിൽ നിന്ന് ഒരു ഓവം പുറപ്പെടുന്നത്. പക്ഷെ ആ ഒരു ഓവത്തെ ഒന്ന് പുൽകാൻ വേണ്ടി ആ പാഞ്ഞു വരുന്ന അനേകം കോടി സ്പേമുകള് പുംബീജങ്ങളുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഇങ്ങനെ ഈ ഓടി വന്ന് കുളത്തിലേക്ക് ചാടുന്ന പിന്നെ ആൺകുട്ടികളെ പോലെ അല്ലെങ്കിൽ യുവാക്കളെ പോലെ പുരുഷന്മാരെ പോലെ ഈ ഓവം ഒരു കുളമായിട്ടും ഒന്ന് സങ്കല്പിച്ച് നോക്കി നോക്കൂ. ഈ അനന്തകോടി സ്പേമുകൾ ഇങ്ങനെ വന്ന് ഞാനാദ്യം എന്ന് പറഞ്ഞ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ പിന്നീട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ജോസഫ് മാഷിന് ഏറ്റവും ഈ പുതുകവിതയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതയായിട്ട് ഈ കുളത്തെ പഠിച്ചിട്ടുണ്ട്. അത് മാഷിന്റെ പഠനത്തിന് ശേഷം ഞാൻ ഈ കവിത ഒന്നുകൂടെ മാറി എന്ന് വായിച്ചു നോക്കിയപ്പോ ഇങ്ങനെ കുറെ കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. ഈ പുരുഷന്മാരെ ഒരേ സമയം ഉണ്ടാക്കിയെടുത്ത പല സ്നേഹബന്ധങ്ങളിൽ കഴിയാൻ കഴിയുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ സൂചനയും അതിനകത്ത് പ്രകടമായിട്ടുണ്ട് എന്നും വരാം അല്ലേ? അങ്ങനെയും വരാം. പിന്നെ സ്ത്രീയുടെ ശരീരം, സ്ത്രീ എന്ന് പറഞ്ഞ പലപ്പോഴും എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്ത്രീയുടെ ഒരു ബാധ്യത എന്ന് പറയുന്നത് ഈ കുലീനതയാണ്. അപ്പൊ ഈ കുലീനതയെ കുടഞ്ഞ് കളയാൻ ഈ ശരീര കേന്ദ്രീകൃതമായിട്ടുള്ള അല്ലെങ്കിൽ ഈ എന്താ പറയാ പതിവ്രത, ചാരിത്ര്യം, ശുദ്ധി അങ്ങനെയൊക്കെയുള്ള ഒരു ശുദ്ധാശുദ്ധ സങ്കല്പങ്ങളിലും ഭയങ്കര കുലസ്ത്രീകളായിട്ട് കുലീനതയാ തോന്നുന്നു സ്ത്രീയുടെ ഏത് കാലത്തും വലിയ പ്രശ്നം. അപ്പൊ അത് കുടഞ്ഞ് കളയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട് എനിക്ക്. കവിതയിലൂടെ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ കവിതകൾ സാർത്ഥകമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ രണ്ടോ മൂന്നോ വരി മാത്രമുള്ള നിരവധി കവിതകളുണ്ട് അമ്മുദീപയുടേത്. അത് ഒരു സെൻ പോയം ആയിട്ടല്ല നിൽക്കുന്നത്, മറിച്ച് അത് ദൃശ്യത്തിൻ്റെ അനുഭവത്തിൻ്റെ ഒരു വാക്കിൽ നമ്മളൊരു കാഴ്ചയെ അത്രമേൽ കവിത്വവും ഉന്മാദവുമുള്ള ഒരാൾക്ക് മാത്രം അത് കവിതയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആവിഷ്കരിക്കാൻ തോന്നുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് മിന്നായം എന്നൊരു കവിത. മിന്നായം, കാക്ക പറന്നുപോയ മരക്കൊമ്പിൽ അതേ ആകൃതിയിൽ ഒരു വെളുത്ത പക്ഷിയുടെ മിന്നായം എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ആ കവിത അവസാനിച്ചു. അപ്പോൾ കാക്ക ഇരിക്കുന്ന ആ കാക്കയെ നോക്കി നിൽക്കുന്നു. ടഫേ എന്ന് കാക്ക പോകുമ്പോൾ ആ പോയ നിമിഷത്തിൻ്റെ ഏതോ സൂക്ഷ്മതയിൽ ആ പോയ ആ ആയത്തിൽ അതേ ആകൃതിയിൽ ഒരു വെളുത്ത പക്ഷിയുടെ മിന്നായം എന്ന് അത് കവിതയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ അത് എഴുതാൻ തോന്നുന്നത്. ഇങ്ങനെയുള്ള ഇതെല്ലാം ഈ കാവ്യോന്മാദത്തിന്റെ പല തലങ്ങളിൽപ്പെട്ട് വരുന്നതാണോ? അതെ, കാവ്യോന്മാദത്തിന്റെ പല തലങ്ങൾ തന്നെ. നമുക്ക് ഈ കവിത എഴുതാൻ തോന്നുന്ന ഒരു സമയമുണ്ട്. ഇപ്പം ഈ കവിത സൃഷ്ടിയാണോ നിർമ്മിതിയാണോ എന്നുള്ളൊരു വാദം പൊതുവെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഉത്തരം പറയാം സൃഷ്ടിയാണെന്ന് തന്നെയാണ്. കാരണം നിർമ്മിതിയാണെങ്കിൽ നമുക്ക് എപ്പോഴും സാധിക്കണം. അത് സൃഷ്ടിയായതുകൊണ്ടാണ് എപ്പോഴും നമുക്ക് കവിത എഴുതാൻ പറ്റാത്തത്. എന്ന് വെച്ചാൽ ഇതൊരു എന്താ പറയാ ഒരു ആശയവാദത്തിൽ നിന്ന് പറയല്ല, ആ നിലയ്ക്ക് കാണരുത്. സൃഷ്ടി തന്നെയാണത്. അപ്പം ആ നിലയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു കവിത എഴുതാനുള്ള ഒരു മൂഡ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ കവിതയാണ്. നമുക്കത് എഴുതാൻ സമയമില്ലാത്തത് കൊണ്ടും മറ്റു തിരക്കുള്ളത് കൊണ്ടും നമ്മളത് എഴുതുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ അങ്ങനെ പിന്നെ ഒരു വേറിട്ട കാഴ്ചയാണല്ലോ മറ്റുള്ളവർ കാണാത്തത് കാണാൻ സാധിക്കുമ്പോഴാണല്ലോ നമ്മൾ ആർട്ടിസ്റ്റായി മാറുന്നത്. എല്ലാറ്റിലും കവിതയുണ്ടെന്ന് തോന്നുന്നു. അതെ, ഒരു ശരീരം ഒരു ഭാരമാവരുത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അമ്മുദീപ നേരത്തെ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ ഭാരമല്ലാതെ ഇരുന്നു എന്ന് തോന്നിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ സൂചനയും നേരത്തെ നൽകുകയുണ്ടായി. അത്തരം ഒരു കാലത്തിൽ നിന്ന് വന്ന കവിതയാണോ ഈ നേത്യച്ചമ്മ എന്ന കവിത? ആ കവിത വായിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും രസകരമായ കൗതുകം എന്ന് പറയുന്നത് കുളിയും തേവാരത്തിനുമായിട്ടുള്ള ഒരു അച്ചമ്മയുടെ വരവ്, അവരുടെ മുറുക്കിത്തുപ്പി എടുത്തു പിടിച്ചുള്ള ആ വരവ് കണ്ടിട്ട് കുളത്തിന് തന്നെ പേടിയാവുന്നു. കുളം ഒരു പുരുഷനാണ് എന്ന് സങ്കല്പിക്കുക. ആ കുളം ഒരു പുരുഷനാണെങ്കിൽ അതിനകത്തെ വെള്ളം എന്ന് പറയുന്നത് ഒരു മുണ്ടാണ്. ആ കുളം എന്ന് പറയുന്ന പുരുഷൻ വെള്ളം എന്ന മുണ്ടും മടക്കി കുത്തി ഓടി രക്ഷപ്പെടുന്ന രീതിയിലാണ് ആ കവിത വന്നിട്ടുള്ളത്. അത് ഞാനിങ്ങനെ പറയുന്നതിനേക്കാളും അത് വായിച്ചു കേൾക്കുന്നതായിരിക്കും സന്തോഷം. നേത്യച്ചമ്മ അല്ലേ? അതെ. അപ്പൊ അത് ആമുഖമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഹലോ,
ഒന്നുമില്ല. നമ്മൾ ഈ ഫെമിനിസം പഠിക്കുന്നത് നമ്മളിപ്പോ ഈ ഫെമിനിസ്റ്റുകളായിട്ട് ചരിത്രത്തിൽ എന്താ പ്രതിഷ്ഠ നേടിയ ആളുകളിൽ നിന്ന് ആയിരുന്നില്ല. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ അനേകം സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മുത്തശ്ശിമാരായിട്ടും അമ്മമാരായിട്ടും ചുറ്റുള്ള സ്ത്രീകളായിട്ട് അമ്മായിമാർ, അവരിൽ നിന്നൊക്കെ ഈ ഭയങ്കരമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെ ഒരു കൂസലില്ലായ്മ, ചെറുത്തുനിൽപ്പല്ല, അവരെ ആരും പ്രതിരോധിക്കുന്നില്ലെങ്കിൽ ഒരു തരം കൂസലില്ലായ്മ പ്രകടിപ്പിച്ച കുറെ സ്ത്രീകളെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അവരൊക്കെ തന്നെയാണ് ഞാൻ കണ്ട ഫെമിനിസ്റ്റുകൾ. അപ്പൊ അവരുടെയൊക്കെ ഒരു ഓർമ്മ ഞാൻ കവിതയിൽ കൊണ്ടുവന്നതാണ്. അതിലൊരാളാണ് നേത്യച്ചമ്മ. നേത്യച്ചമ്മ: ഒരു കെട്ട് പഴന്തുണി മാടിക്കെട്ടി, ഒരു തുടം കാച്ചെണ്ണ നെറുകിൽ പാർന്ന്, അതിലൊരു സൂര്യനെ തെളിച്ചു വെച്ച്, വഴിയിലെ താളികൾ ചായ്ച്ചുടിച്ച്, വായിലെ താമ്പൂലം നീട്ടിത്തുപ്പി, കാറ്റുപോലെ കടന്നലുപോലെ പാഞ്ഞു വരുന്നു അച്ചമ്മ, പേടിച്ചു വിറച്ചു കുളം വെള്ളം മാടിക്കുത്തി എണീറ്റൊരോട്ടം കൊടുക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കവിത കേട്ടിട്ട് അതിൻ്റെ ഒരു അനുഭവ പരിസരത്ത് നിൽക്കുമ്പോൾ മറ്റൊന്നും സംസാരിക്കാൻ തോന്നാത്ത രീതിയിൽ നമ്മൾ ആ കുളക്കരയിൽ, കുളമാണോ കരയാണോ, കവിതയുടെ ഒരു കുളങ്കര കളിയിലേക്ക് മനസ്സ് മാറിപ്പോകുന്നു എന്നുള്ളതാണ് അതിലെ ഒരു രസകരമായ കാര്യമെന്ന് പറയുന്നത്. കൗമാരത്തിനും യൗവനത്തിനും ഇടയിലുള്ള സമയത്ത് ഒരുപക്ഷെ അമ്മുദീപ കലാലയത്തിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എഴുതപ്പെട്ടിട്ടുള്ള കവിതകൾ ഇപ്പോൾ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ രാഷ്ട്രീയ സ്വഭാവമുള്ള കവിതകളൊക്കെ അന്ന് എഴുതിയിരുന്നോ? എഴുതിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്റെ ഇന്ന് എഴുതുന്ന കവിതയ്ക്ക് ഒരു തുടർച്ചയില്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്റെ ഇന്നത്തെ കവിതകളുടെ തുടർച്ച എന്റെ ഡയറി കുറിപ്പുകളുടെ തുടർച്ചയാണ് ഇന്നത്തെ കവിത. അതേസമയം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിയ സമയത്ത് നമ്മൾക്ക് സിലബസിൽ പഠിക്കാനുള്ള കവിതകളും ഈ സാമൂഹിക മാനദണ്ഡങ്ങൾ കൊണ്ട്, രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ കൊണ്ട് കവിതയെ കീറി മുറിച്ച് പഠിക്കുക എന്നുള്ള ഒരു രീതിയാണ് പൊതുവെ സർവകലാശാലകളിലൊക്കെ തന്നെ ഉള്ളത്. സൗന്ദര്യാത്മകമായി ഒരു കാര്യത്തെ പഠിക്കുന്നതിന് കലയുടെ മാനദണ്ഡങ്ങൾ കൊണ്ട്, സൗന്ദര്യ മാനദണ്ഡം കൊണ്ട് പഠിക്കുന്നതിന് ഉപരിയായിട്ട് കൂടുതലും സാമൂഹ്യ മാനദണ്ഡങ്ങൾ കൊണ്ട് അളന്നു മുറിച്ച് പഠിക്കുന്ന രീതി. അപ്പൊ ഞാനും ഈ നിലയ്ക്ക്, ഞാനും ആ സമയത്ത് കുട്ടിയാണല്ലോ, ഒരു 10-20 വയസ്സുകളിലാണല്ലോ നമ്മൾ യൂണിവേഴ്സിറ്റിയിലൊക്കെ എത്തുന്നത്. ആ സമയത്ത് അത് തന്നെയാണ്, സാമൂഹ്യ പ്രതിബദ്ധത തന്നെയാണ് കവിതയുടെ ലക്ഷ്യം എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അത് ആ തരത്തിൽ ലൗഡായിട്ടാണ് രാഷ്ട്രീയം എഴുതുന്നതാണ് അതിന്റെ ശരിയെന്ന് വിശ്വസിച്ചിരുന്നു. അപ്പം എന്റെ ഒരു സ്വതസിദ്ധമായ ഡയറി എഴുത്ത് ശീലങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്വാധീനം കൊണ്ട് ഞാൻ ആ തരത്തിൽ കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ആണെങ്കിൽ ഇടയ്ക്ക് പണ്ട് കവിതകളൊക്കെ, ആ പഴയ കവിതകൾ FB-യിലൊക്കെ പ്രത്യക്ഷപ്പെടുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നാണക്കേട് വരും. കാരണം നമ്മുടെ കയ്യിൽ ഒരു ഭാഷ ഇല്ലാഞ്ഞിട്ടല്ല നമ്മൾ അങ്ങനെ എഴുതിയത്. അതാണെങ്കിൽ അന്നത്തെ ഒരു എന്താ പറയാ, കവിയായി തീരാനുള്ള വെമ്പലും ഒക്കെ കൊണ്ട് നമ്മളതൊക്കെ ചെറു മാഗസിൻസിനൊക്കെ അയച്ചു കൊടുത്തു. കുറെ കവിതകൾ ചന്ദ്രികയിലും അതുപോലെ തന്നെ പല പല ചെറു ആനുകാലികളിലൊക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോ എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് നാണക്കേട് വരും. അയ്യോ, ഇങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് പറയാനുള്ളത്, കവികളോട് പറയാനുള്ളത്, സ്വന്തമായിട്ടൊരു ഭാഷയൊക്കെ രൂപപ്പെട്ട ശേഷം, അത് കുറച്ച് താമസിച്ചിട്ടാണെങ്കിലും ശരി, വൈകിട്ടൊക്കെ പുസ്തകം ഇറക്കിയാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ആദ്യ സമാഹാരം നമ്മളെ തിരിഞ്ഞ് കൊഞ്ഞനം കുത്തും. നമുക്ക് സ്വന്തമായിട്ടൊരു ഭാഷയും നമുക്ക് പൂർണ്ണ തൃപ്തിയാവണ സമയത്ത് പുസ്തകം ഇറക്കിയാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ എന്താ പറയാ, ഇടയ്ക്ക് എന്റെ മനസ്സമാധാനം പോവും ആദ്യകാല കവിതകൾ വായിച്ചിട്ട്. എന്ന് വെച്ചാൽ മറ്റൊരു തരത്തിൽ കൂടി ഇത് പറയാമായിരുന്ന അതെ, മറ്റൊരു ആ തരത്തിൽ കൂടി കവിതകൾ മറ്റൊരു മറ്റൊരു സാധ്യത ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഈ സത്യത്തിൽ പറഞ്ഞ ഈ ഇരിക്കപ്പുറത്തിലും കരിങ്കുട്ടിലും ഒക്കെ പൊളിറ്റിക്കൽ കവിത തന്നെയാണ് ഉള്ളത്. പക്ഷെ അത് ഞാൻ ഉറക്കെ പറയാതെ കവിത കൊണ്ട് എങ്ങനെ പറയാൻ പറ്റും, അങ്ങനെ പറയാൻ ശ്രമിച്ചു എന്നാണ്. പൂർണ്ണമായിട്ടും അവകാശവാദങ്ങളൊന്നുമില്ല, എന്നാലും ശ്രമിച്ചു നമ്മുടെ ഒരു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇരിക്കപ്പൊറുതി എന്ന കവിതാ സമാഹാരത്തിലേക്ക് അത്യാവശ്യം നല്ലൊരു പ്രവേശകമായിട്ടുണ്ട് ഈ സംഭാഷണം എന്നാണ് നമ്മൾ കരുതുന്നത്. DC ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. നേരത്തെ അമ്മുദീപയുടെ കരിങ്കുട്ടി അടക്കമുള്ള പുസ്തകങ്ങളും DC ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇരിക്കപ്പൊറുതി എന്നുള്ള ഈ പുസ്തകത്തിന് 160 രൂപയാണ് വില. ഇരിക്കപ്പൊറുതി മാത്രമല്ല, അതിൻ്റെ തൊട്ടുപിറകെ അമ്മുദീപയുടെ പുതിയ കവിതാ സമാഹാരം വരുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യമായി എഴുതി തുടങ്ങുന്ന, അതിൻ്റെ ആവേശത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും ശ്രദ്ധിക്കാനുള്ള കാര്യം, ആദ്യ സമാഹാരം ഭാവിയിൽ നിങ്ങളെ തിരിഞ്ഞു കൊത്താതെ നോക്കണമെന്നുള്ള ആ അഭ്യർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥനയായിട്ട് മാറുകയും ചെയ്യുന്നു. ഇരിക്കപ്പൊറുതി എന്ന പുസ്തകവുമായിട്ട് ഇന്ന് തത്സമയം നമ്മോടൊപ്പം ഇങ്ങനെ ഈ വേനൽക്കാലത്ത് സംസാരിക്കാൻ വന്ന അമ്മുദീപയ്ക്ക് നന്ദി പറയട്ടെ. ആശംസകൾ. നന്ദി.